SSLC ഗണിതം ഘനരൂപങ്ങൾ എന്ന പാഠഭാഗത്തിലെ റിവിഷൻ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെ ചെയ്തു പഠിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിലെ ഒന്നാമത്തെ ചോദ്യം, ഒരു സമചതുര സ്തൂപികയുടെ ഒരു പാർശ്വമുഖമാണ് ചിത്രത്തിലുള്ളത്. AB സമം AC സമം 25 സെന്റിമീറ്റർ, BD സമം DC സമം 15 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ സ്തൂപികയുടെ പാദവക്കിന്റെ നീളം എന്താണ് എന്നതാണ് A പാർട്ട് ചോദ്യം. അതിലെ B പാർട്ടായിട്ട് തന്നിട്ടുള്ളത് സ്തൂപികയുടെ പാർശ്വമുഖ പരപ്പളവ് കണക്കാക്കുക എന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ ഒരു അനിമേഷൻ നമുക്ക് കാണാം. അപ്പോൾ നമുക്കറിയാം, ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖം ഒരു സമപാർശ്വ ത്രികോണമായിരിക്കും. ഈ സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ AB AC രണ്ടും 25 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. BC എന്ന വശം ആകെ കൂട്ടിയാൽ BD പ്ലസ് DC ആയിരിക്കും. അത് കൂട്ടിയാൽ 15 പ്ലസ് 15 സമം 30 സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. അപ്പോൾ സമചതുര സ്തൂപികയുടെ പാദവക്കിന്റെ നീളം എന്ന് പറയുന്നത് ഈ സമപാർശ്വ ത്രികോണത്തിന്റെ പാദവശത്തിന്റെ നീളമാണ്. അതായത് BCയുടെ നീളം 30 സെന്റിമീറ്റർ ആയിരിക്കും പാദവക്കിന്റെ നീളം. അതുപോലെ ഇതിന്റെ പാർശ്വമുഖ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് സൂത്രവാക്യം 2AL എന്ന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. L എന്നത് ചരിവുയരമാണ്. അതായത് ഈ സമപാർശ്വ ത്രികോണത്തിന്റെ ഉയരമാണ് സമചതുര സ്തൂപികയുടെ ചരിവുയരമായി ലഭിക്കുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ത്രികോണത്തിൽ നിന്നും ADC എന്ന മട്ടത്രികോണം പരിഗണിച്ചാൽ അതിലെ ADC എന്ന മട്ടത്രികോണത്തിന്റെ കർണമാണ് AC, അത് 25 സെന്റിമീറ്റർ ആണ്. DC എന്നുള്ളത് പാദവശമായിട്ടാണ് കിട്ടുന്നത്, അത് 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AD എന്നുള്ള വശം കണ്ടുപിടിക്കാൻ വേണ്ടി പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചു കഴിഞ്ഞാൽ AD സ്ക്വയർ ഈസ് ഈക്വൽ ടു AC സ്ക്വയർ മൈനസ് CD സ്ക്വയർ, അതായത് 25 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ സമം 625 മൈനസ് 225 സമം 400 എന്ന് കിട്ടും. അതായത് AD സ്ക്വയർ സമം 400 ആണ്. അങ്ങനെയാണെങ്കിൽ AD സമം സ്ക്വയർ റൂട്ട് 400, അതായത് 20 സെന്റിമീറ്റർ. അപ്പോൾ ചരിവുയരം 20 സെന്റിമീറ്റർ എന്ന് നമ്മൾക്ക് കിട്ടും. അതുകൊണ്ട് ഈ സമചതുര സ്തൂപികയുടെ പാർശ്വമുഖ പരപ്പളവ് 2AL സമം 2 × 30 × 20 സമം 1200 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ചിലപ്പോൾ സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാൻ ഉള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് A സ്ക്വയർ പ്ലസ് 2AL, അതായത് അതിന്റെ പാദമുഖ പരപ്പളവ് A സ്ക്വയർ, അതിന്റെ കൂടെ പാർശ്വമുഖ പരപ്പളവ് 2AL കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് A സ്ക്വയർ പ്ലസ് 2AL ആയിരിക്കും സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഒരു സമചതുര സ്തൂപികയുടെ പാദ ചുറ്റളവ് 96 സെന്റിമീറ്ററും ഉയരം 16 സെന്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ A പാർട്ട് ചോദ്യമായിട്ട് ഒരു പാദവക്കിന്റെ നീളം എന്താണ്, B പാർട്ട് ഇതിന്റെ ചരിവുയരം എന്താണ്, C പാർട്ട് ഇതിന്റെ പാർശ്വതല പരപ്പളവ് കാണുക എന്നതാണ്. അപ്പോൾ സമചതുര സ്തൂപികയുടെ പാദ ചുറ്റളവ് 96 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പാദമുഖത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത്, പാദവക്കിന്റെ നീളം എന്ന് പറയുന്നത് 96 ഹരിക്കണം 4 സമം 24 സെന്റിമീറ്റർ ആണ്. അതായത് പാദവക്കിന്റെ നീളം A സമം 24 സെന്റിമീറ്റർ എന്ന് കിട്ടും. നമ്മൾ സമചതുര സ്തൂപികയെ കുറിച്ച് പറയുമ്പോൾ ഒരു മട്ടത്രികോണമാണ് നമ്മുടെ മനസ്സിൽ ആദ്യമായി വരേണ്ടത് ചിത്രം. അത് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതായത്
മട്ടത്രികോണത്തിന്റെ ഉയരമായിട്ട് h, പാദവശം a/2, ചരിവുയരം l. അങ്ങനെയാണെങ്കിൽ l ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചരിവുയരം l സമം സ്ക്വയർ റൂട്ട് ഓഫ് h² പ്ലസ് a/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതിൽ വിലകൾ കൊടുത്താൽ സ്ക്വയർ റൂട്ട് ഓഫ് 16 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എന്ന് കിട്ടും. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 256 പ്ലസ് 144, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 400 എന്ന് കിട്ടും, ഈക്വൽ ടു 20 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ചരിവുയരമായിട്ട് കിട്ടുന്നത് 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പാദവക്കിന്റെ നീളവും അറിയാം, ചരിവുയരവും കിട്ടിയിട്ടുണ്ട്. പാർശ്വതല പരപ്പളവ് കാണാം, സി പാർട്ട് പാർശ്വതല പരപ്പളവ് കാണാൻ വേണ്ടി 2AL, അതായത് 2 × 24 × 20 സമം 960 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ ആരം 9 സെന്റിമീറ്ററും കേന്ദ്രകോൺ 120 ഡിഗ്രിയുമായ ഒരു വൃത്താംശം വളച്ച് പരമാവധി വലിപ്പമുള്ള ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കിയാൽ ആ വൃത്തസ്തൂപികയുടെ ചരിവുയരം എത്ര എന്നതാണ് എ പാർട്ട് ചോദ്യം. ബി പാർട്ട് വൃത്തസ്തൂപികയുടെ പാദമുഖത്തിന്റെ ആരം എത്ര. സി പാർട്ട് വൃത്തസ്തൂപികയുടെ വക്രമുഖ പരപ്പളവ് എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ തന്നിട്ടുള്ള വസ്തുതകൾ ഉപയോഗപ്പെടുത്തി ആരം 9 സെന്റിമീറ്റർ ആണ്, കേന്ദ്രകോൺ 120 ഡിഗ്രിയുമായ ഒരു വൃത്താംശമാണ്. അപ്പോൾ ചിത്രത്തിൽ അത് തന്നിട്ടുണ്ട്. അപ്പോൾ വൃത്തസ്തൂപികയുടെ ചരിവുയരം എന്ന് പറയുന്നത് ഇതുണ്ടാക്കാൻ ഉപയോഗിച്ച വൃത്താംശത്തിന്റെ ആരം തന്നെയാണ്. അതിന് നമ്മൾ ക്യാപിറ്റൽ R എന്നെടുത്താൽ വൃത്താംശത്തിന്റെ ആരം എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. അത് തന്നെയാണ് വൃത്തസ്തൂപികയുടെ ചരിവുയരമായ L എന്നുള്ളതും. അപ്പൊ ചരിവുയരം L സമം 9 സെന്റിമീറ്റർ എന്ന് കിട്ടും. ബി പാർട്ടിലേക്ക് പോയാൽ വൃത്തസ്തൂപികയുടെ പാദമുഖത്തിന്റെ ആരം എത്രയായിരിക്കും. ഈ വൃത്താംശം വളച്ചുണ്ടാക്കിയ വൃത്തസ്തൂപികയുടെ പാദമുഖത്തിന്റെ ആരം കാണാൻ വേണ്ടി സ്മോൾ ലെറ്റർ R സമം x/360 × ക്യാപിറ്റൽ R എന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പൊ അതിൽ ക്യാപിറ്റൽ R എന്നുള്ളത് വൃത്താംശത്തിന്റെ ആരമായ 8 സെന്റിമീറ്റർ, x എന്നുള്ളത് വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ, അത് 120 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അത് ഇതിൽ വിലകൾ ആരോപിച്ചാൽ R സമം x/360 × R, 120/360 × 9, അതായത് 120/40 സമം 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോ ഈ വൃത്തസ്തൂപികയുടെ പാദമുഖത്തിന്റെ ആരം 3 സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. ഇനി വൃത്തസ്തൂപികയുടെ വക്രമുഖ പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് πRL എന്നുള്ള സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി. πRL, L എന്നുള്ളത് ചരിവുയരമാണ്. അപ്പൊ π × 3 × 9 എന്ന് കിട്ടും, അതായത് 27 π ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ 6 സെന്റിമീറ്റർ ആരമുള്ള കട്ടിയായ ഒരു ഗോളം ഉരുക്കി 6 സെന്റിമീറ്റർ ആരവും 6 സെന്റിമീറ്റർ ഉയരവുമുള്ള കട്ടിയായ വൃത്തസ്തൂപികകൾ ഉണ്ടാക്കുന്നു. എത്ര സ്തൂപികകൾ കിട്ടും എന്നതാണ് ചോദ്യം. അപ്പൊ 6 സെന്റിമീറ്റർ ആരമുള്ള കട്ടിയായ ഒരു ഗോളം ഉരുക്കി 6 സെന്റിമീറ്റർ ആരവും 6 സെന്റിമീറ്റർ ഉയരവുമുള്ള കട്ടിയായ വൃത്തസ്തൂപികകൾ ഉണ്ടാക്കുന്നു. എത്ര വൃത്തസ്തൂപികകൾ ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഗോളത്തിന്റെ വ്യാപ്തം 4/3 πr³ ആണ്. അപ്പൊ അതിൽ വിലകൾ കൊടുത്താൽ 4/3 × π × r³, 6⁻³ കാരണം ആരം 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 4/3 × π × r⁻³. അപ്പൊ അതുപോലെ എഴുതുകയാണ്. ഇനി ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തത നമ്മൾക്കറിയാം 1/3 πr² ആണ്. അതിന്റെ പാദമുഖത്തിന്റെ ആരം 6ഉം ഉയരം h എടുത്താൽ 1/3 πr² എന്നുള്ള സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി. അപ്പൊ അതിൽ വിലകൾ കൊടുത്താൽ 1/3 × π × 6² × 6, അത് സോൾവ് ചെയ്താൽ π/3 × r⁻³ എന്ന് കിട്ടും. അപ്പോൾ സ്തൂപികകളുടെ എണ്ണം കാണാൻ വേണ്ടി ഗോളത്തിന്റെ വ്യാപ്തത്തെ ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഗോളത്തിന്റെ വ്യാപ്തം 4/3 π × 6³ അതിനെ ഹരിക്കണം π/3 × 6³. അതിനെ സോൾവ് ചെയ്താൽ 4/3 × π × 6⁻³ × 3/π × 6³ അല്ല, ഭിന്നസംഖ്യാ രൂപത്തിൽ ഹരിക്കുകയാണ്. അപ്പോൾ അതിന്റെ വിൽക്രമം എടുത്ത് ഗുണിച്ചാൽ മതി. അങ്ങനെയാണ് 3/π × r³ എന്ന് കിട്ടിയത്.
അപ്പോൾ 4/3 ഇൻറ്റു പൈ ഇൻറ്റു 6 ഇൻറ്റു 3 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 6 ക്യൂബ്. അത് സോൾവ് ചെയ്താൽ 4 എന്ന് കിട്ടും. അപ്പൊ സ്തൂപികകളുടെ എണ്ണം 4 എന്ന് കിട്ടും. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഒരു വലിയ ബോയിലറിന്റെ ആകൃതി ചിത്രത്തിലേതുപോലെ ഒരു വൃത്തസ്തംഭത്തിന്റെ അഗ്രങ്ങളിൽ വൃത്തസ്തൂപികയും അർദ്ധഗോളവും ഘടിപ്പിച്ചതാണ്. ഇതൊരു മിക്സ്ഡ് ഫിഗർ ആണ്. അതിന്റെ ആകെ ഉയരം 12 മീറ്റർ ആണ്, വ്യാസം 6 മീറ്റർ. വൃത്തസ്തംഭത്തിന്റെ മാത്രം ഉയരം 6 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്തൂപികയുടെ ഉയരം എത്രയാണ് എന്നതാണ് ചോദ്യം. അതുപോലെ ബോയിലറിന്റെ ഉള്ളളവ് എത്ര ലിറ്റർ ആണ്? ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് 1 ഘനമീറ്റർ സമം 1000 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സ്തൂപികയുടെ ഉയരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ചിത്രം, അതിൽ ആ ചിത്രത്തിന്റെ ആകെ ഉയരം 12 മീറ്റർ ആണ്. ഈ മിക്സ്ഡ് ഫിഗർ, ഇതിൽ വൃത്തസ്തംഭമുണ്ട്, സ്തൂപികയുണ്ട്, ഒരു അർദ്ധവൃത്തമുണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടിയ രൂപത്തിന്റെ ചിത്രത്തിൽ തന്നിരിക്കുന്ന ചിത്രത്തിന്റെ ആ രൂപത്തിന്റെ ആകെ ഉയരം അല്ലെങ്കിൽ ആകെ ഉയരം 12 മീറ്റർ തന്നിട്ടുണ്ട്. വ്യാസം 6 മീറ്റർ ആണ്. വ്യാസം 6 മീറ്റർ ആണെങ്കിൽ ആരം 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി സ്തൂപികയുടെ ഉയരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വൃത്തസ്തംഭത്തിന്റെ ഉയരം 6 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ താഴെ ഒരു അർദ്ധഗോളം ഘടിപ്പിച്ചിട്ടുണ്ട്. ആ അർദ്ധഗോളത്തിന്റെ ആരം 3 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം വ്യാസം 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോ അർദ്ധവൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്റർ ആണ്. അതാണ് അതിന്റെ ഉയരവും അത് തന്നെ ആയിരിക്കും. അപ്പോ വൃത്തസ്തംഭത്തിന്റെ ഉയരം 6, താഴെ ഘടിപ്പിച്ചിട്ടുള്ള അർദ്ധഗോളത്തിന്റെ ആരം 3, അപ്പൊ 6 3 9 സെന്റിമീറ്റർ ആയി. ഇതിന്റെ ആകെ ഉയരം 12 തന്നിട്ടുണ്ട്. അപ്പോൾ 12 - 9 3 മീറ്റർ ആയിരിക്കും വൃത്തസ്തൂപികയുടെ ഉയരം. വൃത്തസ്തൂപികയുടെ ഉയരം 3 മീറ്റർ ആയിരിക്കും. ഇനി ബോയിലറിന്റെ ഉള്ളളവ് കാണാൻ വേണ്ടി ഈ 3 ഘനരൂപങ്ങളുടെയും വ്യാപ്തങ്ങൾ കൂട്ടിയാൽ മതി. അതായത് വൃത്തസ്തൂപികയുടെ വ്യാപ്തം കൂട്ടണം, വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കൂട്ടണം, അർദ്ധഗോളത്തിന്റെ വ്യാപ്തം. അപ്പൊ വൃത്തസ്തൂപികയുടെ വ്യാപ്തം 1/3 പൈ r² h എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. 1/3 ഇൻറ്റു പൈ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 3. കാരണം ഈ വൃത്തസ്തൂപികയുടെ ആരം 3 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ അത് സോൾവ് ചെയ്താൽ 9 പൈ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ചിത്രം ശ്രദ്ധിക്കുക, ഉത്തരത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൽ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം സമം പൈ r² h ആണ്. പൈ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 6 സമം 54 പൈ എന്ന് കിട്ടും മീറ്റർ ക്യൂബ്. 54 പൈ മീറ്റർ ക്യൂബ്. അതുപോലെ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം 2/3 പൈ r³ ആണ്. 2/3 ഇൻറ്റു പൈ ഇൻറ്റു 3⁻3. അതിനെ സോൾവ് ചെയ്താൽ 18 പൈ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ ആകെ ഉള്ളളവ് കാണാൻ വേണ്ടി ഇതിന്റെ വ്യാപ്തങ്ങളെല്ലാം കൂട്ടിയാൽ മതി. അതായത് 9 പൈ പ്ലസ് 54 പൈ പ്ലസ് 18 പൈ, അങ്ങനെ 81 പൈ എന്ന് കിട്ടും. പൈയുടെ വില നമ്മൾ ഏകദേശ വില 3.14 കൊടുക്കുകയാണ്. അപ്പോൾ 81 ഗുണിക്കണം 3.14 ഗുണിച്ചാൽ 254.34 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 1 ഘനമീറ്റർ സമം 1000 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് 254.34 ഇൻറ്റു 1000 സമം 2,54,340 ലിറ്റർ ആണ് ഇതിന്റെ ഉള്ളളവ് എന്ന് കിട്ടും. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ 2 അതിലധികമോ ഘനരൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മിക്സ്ഡ് ഫിഗർ ആണ് തന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു അനിമേഷൻ വേണമെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. താങ്ക് യു.